ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങളൊന്നുമല്ല, അസൂയാണ്, വേറെ ഒന്നുമല്ല. നല്ല രീതിയിലുള്ള കണ്ണുകടി ഉണ്ടാവും. അത് ആർക്കായാലും ഉണ്ടാവും, നമുക്കായാലും ഉണ്ടാവും, ഇവനായാലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഈ കണ്ണുകടി ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരാൾ പോലും ഇല്ല. എല്ലാവർക്കും കണ്ണുകടിയുണ്ട്, നല്ല രീതിയിലുണ്ട്. ആ ജിൻഡോ ഇപ്പം 50 ലക്ഷം അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ട്രോഫിയും പിന്നെ ആൾക്കാരും ആരാധകരും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഹരിയണ്ണനായി കഴിഞ്ഞാലും സിജോക്ക് ആയി കഴിഞ്ഞാലും ഇപ്പം നന്ദനി ആണെങ്കിൽ കാലും മാറി, നന്ദന കാലും മാറി, അതറിയില്ലേ? നന്ദനി ഇപ്പം ജിൻഡോനെ ഫോൺ ചെയ്തിട്ട് ഭയങ്കര ജിൻഡോ ചേട്ടാ നിങ്ങളാണ് എൻ്റെ ആങ്ങള എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനിയും കാലും അറിയിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ അസൂയയും കുശുമ്പും ഇതെല്ലാം ഉണ്ടാവും. ഇപ്പം എപ്പിസോഡ് ഇപ്പോഴാണ് സിജോയ് ആയാലും ഈ പിന്നെ നമ്മളെ ഹരിയണ്ണനായാലും കാണുന്നത്. ഈ എപ്പിസോഡ് കാണുമ്പോഴാണ് ഈ സിജോക്ക് മനസ്സിലായത് ഞാൻ കാണിച്ചത് അത്ര മണ്ടത്തരമാണ്. അതായത് എന്നെ പോലെയുള്ള മണ്ടന്മാർ ലോകത്തുണ്ടാവുമോ? എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഇനി എൻ്റെ ജീവിതത്തിൽ കിട്ടും, എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് കളഞ്ഞു കുളിച്ചതല്ലേ ഈ സംഭവം. അല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ എങ്ങനെയെങ്കിലും ഇവനെ ഫൈനലിൽ എത്തിക്കണമെന്ന് ബിഗ് ബോസിനുണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് താല്പര്യമുണ്ട് ഇയാളെ ഫൈനലിൽ എത്തിക്കണം, ഇയാൾ കുറേ അനുഭവിച്ചതല്ലേ. അതുമാത്രവുമല്ല, ഇയാൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കേസ് വല്ലതും കൊടുത്തു കഴിഞ്ഞാലോ എന്നൊക്കെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരമാവധി പിടിച്ചു നിർത്തണമെന്ന് ഇവരെല്ലാം കരുതിയതാണ്. പക്ഷേ ഇവനപ്പോഴേക്ക് അവിടുന്ന് മാറിയില്ലേ? ഇവനപ്പോഴേക്ക് എന്താ പറയേണ്ടത്? ഇവൻ ജീവിതത്തിൽ ഒരാൾക്കും പെങ്ങന്മാരില്ലാത്തതുപോലെ അല്ലെങ്കിൽ പെങ്ങൾ സ്നേഹം ഇല്ലാത്തതുപോലെ ഇത് ഒരു പ്രത്യേക ഒരു മാനിൽ അങ്ങ് വന്ന് പിടിപെട്ടു എന്നല്ലേ പറയേണ്ടത്? എന്താ നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണം. ഇപ്പം നമ്മളോട് വന്നിട്ട് ആരെങ്കിലും നീ എൻ്റെ പെങ്ങളെ എന്ന് പറഞ്ഞാൽ 4 ആൾക്കാർ ഇങ്ങനെ കാണിച്ച് ഇതായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവരങ്ങനെ വെറുപ്പിച്ച് കളഞ്ഞ അവിടുന്ന്. ഇപ്പം ഐഫോൺ കൊടുത്താ അല്ല, ഒരു ഐഫോണിൻ്റെ കഥ പറയുന്നിട്ട് കൊടുത്താ എനിക്കറിയില്ല കേട്ടാ. എന്താ വെച്ചാൽ ഞാൻ ഇത് കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവരുടെ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഈ നമ്മളെ സായിൻ്റെയും അതുപോലെ തന്നെ അവരുടെ വീഡിയോയിൽ നാളെ ജിത്തു ഭായി ഒരിക്കൽ പറയുന്നുണ്ട് എനിക്ക് പോലും ഇതുവരെ ഐഫോൺ മേടിച്ച് തന്നിട്ടില്ല, എന്നിട്ട് മേടിച്ചു കൊടുക്കാൻ നോക്കുന്ന ഐഫോൺ കൊടുത്താ അറിയില്ല, ഇനി അതെല്ലാം പറച്ചിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇവന്മാർ നല്ല രീതിയിൽ വെറുപ്പിച്ചു. ഇപ്പോൾ സിജോക്ക് ഇത് കാണുമ്പോഴേ ശരിക്കും നല്ല രീതിയിൽ കണ്ണിന്ന് വെള്ളം വീഴുന്നുണ്ട്. വീഴാതിരിക്കൂല. എന്തെന്നാ അവിടെ കാണിച്ചിരിക്കുന്നത്? അമ്മാതിരി പിന്നെ എന്താ പറയേണ്ടത്, ജനങ്ങളെയൊക്കെ വെറുപ്പിച്ചിട്ട് ആ 5% വോട്ടല്ലേ അവസാനം കിട്ടിയത്. അവന് വോട്ട് ചെയ്ത് അവൻ്റെ ആർമിക്കാർ വരെ ഓടിയില്ലേ, അവർക്ക് വരെ ഇത് വന്നിന്. കാരണം എന്ന് വെച്ചാൽ ഇവൻ എങ്ങനെയും പൊക്കിയെടുക്കുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇവൻ പുറത്ത് വന്നപാട്, പുറത്തല്ല, ഇതിൻ്റെ ഒരു കഥ നിങ്ങൾ കേൾക്കണം. അതായത് ഇവന്മാർ ആ ബസ്സിലല്ല വന്നത്. അതായത് ഇവന്മാർ എയർപോർട്ടിലേക്ക് പോയത്, ഇവന്മാർക്ക് ദേഷ്യം വന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവന്മാർ ടാക്സിയിലാണ് പോയത്. ആര്? നമ്മളെ പിന്നെ സായി ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ടാക്സിയിലാണ് പോയിന്. അത് ഈ പിന്നെ നമ്മളെ ഫ്രീക്ക് മറ്റേ ഇതുണ്ടല്ലോ എന്ന് നിഷാനേൻ്റെ ഒരു വ്ളോഗിൽ പറയുന്നത് കേട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് ഒരുത്തേനെ കപ്പടിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയണ്ടേ? കാരണം ഇത് എനിക്ക് കിട്ടിയൊരു സാധനമാണ്, ഇത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു വേദന. അങ്ങനെ ഇവർ തമ്മിലൊരു പ്ലാൻ ചെയ്തു, ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഉടായ്പ വെക്കണം, ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഉടക്ക് വെക്കണം. അതായത് ഏഷ്യാനെറ്റ് മുഴുവൻ കള്ളത്തരമാണ് കളിച്ചത്, ജനങ്ങൾ മുഴുവൻ കള്ളത്തരമാണ്, കള്ള വോട്ട് കൊണ്ടാണ് ജയിച്ചിരിക്കുന്നത്. EVM മെഷീന് കേടായിരുന്നു, എല്ലാവരും ഈ പിന്നെ ജിൻഡോക്ക് മാത്രം ഇങ്ങനെ വോട്ട് ചെയ്തേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അങ്ങ് കടന്ന് മെഴുകലായിരുന്നു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പോഴും ശരിക്കും പറഞ്ഞ് ഇപ്പോഴാണ് എപ്പിസോഡ് കാണുമ്പോഴാണ് സിജോക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു കളിക്കേണ്ടത്, എൻ്റെ കളി മാറിപ്പോയായിരുന്നു. കാട്ടുതീയായിട്ടും നമ്മൾ നാട്ടുതീയായിട്ടും നല്ലേനും വരേണ്ടത് സിജോ ആയിട്ടായിരുന്നു വരേണ്ടത്. സിജോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇമാതിരി ഇതൊന്നും കാണിക്കത്തില്ലായിരുന്നു. വളരെ മോശമായി പോയി. അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം. ഇപ്പം ഈ ജിൻഡോ തന്നെ, അതായത് ജിൻഡോ തന്നെ വേണമെങ്കിൽ നന്ദനെ നീ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് അത്രയും ഇത് കൊടുക്കാം. പക്ഷേ ജിൻഡോ ഒരാൾക്ക് പോലും അങ്ങനെ ഒരു ഇത് കൊടുത്തില്ല. കാരണം അവിടെ നമ്മൾ കളിക്കാൻ പോയതാണ്. ഇവന്മാരൊക്കെ പിന്നെ വീട്ടിൻ്റെ കാര്യവും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ കാര്യവും പറയുമ്പം നമ്മുടെ ജിൻഡപ്പൻ അവിടെ എന്താ ചെയ്തത് എന്നറിയാം. നാളെ ഈ ഗെയിമിൽ എന്തൊരു ട്വിസ്റ്റ് കൊണ്ടുവരാം, നാളെ ഈ ഗെയിം എങ്ങനെ പോകാം, നാളെ എങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്കൊരു ഇഷ്ടം സമ്പാദിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെയാണ് നമ്മുടെ ജിൻഡപ്പൻ കരുതി പോയത്. ഇവന്മാരെന്താന്ന് ആ വാഴച്ചോട്ടിലിരുന്നിട്ട് ജിൻഡോനെ ഞാൻ കപ്പടിപ്പിക്കത്തില്ല, അവനെ ഞാൻ പിന്നെ പുറത്തെടുത്തിടും, അല്ല ഞാൻ തോണ്ടിയിട്ട് പുറത്തെടുത്തിടും, തോണ്ടി പുറത്തെടുത്തിടും. അതാണ് നിങ്ങളെ ഇയാൾ ആരും വിചാരിക്കൊന്നും വേണ്ട, എനിക്കറിയില്ലാന്ന്. ഇവരിങ്ങനെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ, നല്ല രീതിയിൽ അങ്ങ് മെഴുകുകയാണ്. വേറെ ഒന്നും ഇവന്മാർ ചെയ്തിട്ടില്ല. ഇപ്പോഴ്
ഇന്ന് സായിൻ്റെ ഒരു കരച്ചിൽ കണ്ടു. എൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോക്ക് അതല്ല, അയാൾ ജിൻഡോന് ഒരിക്കലും പോസ്റ്റ് ഇടരുത്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് ഇടാൻ കഴിയില്ല. അയാൾക്ക് എങ്ങനെയാണ് കഴിയുക? അയാൾ എന്ന് പറയുന്നത് ഇത് കിട്ടാത്ത മുന്തിരി പുളിക്കും പറഞ്ഞ പോലെ അയാൾക്ക് ഇത് വേദനയാണ്. അതായത് എൻ്റെ ആൾക്കാർക്കായിരിക്കും കിട്ടിയില്ല, നമ്മുടെ പ്ലാനൊന്നും നടന്നില്ല, പ്ലാനിങ് ഒന്നും നടന്നില്ല. ഈ 50 കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിറ്റേന്ന് തന്നെ പോയിട്ട് ഒരു വീടും കാര്യങ്ങളായിട്ട് അതൊരു വലിയ ബ്ലോഗും കാര്യങ്ങളിലാക്കണം. ഇതൊക്കെ കരുതിയിരുന്ന അയാൾക്ക് കിട്ടാത്തതിൽ ഭയങ്കര നിരാശയുണ്ട്, നല്ല വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഇവർ പല പ്ലാനുകളും ഉണ്ടായിരുന്നു. ഇവരാദ്യം മുതൽ കള്ളത്തരാന്ന് ഇവർ ചെയ്യാൻ നോക്കിയത്. അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ കണ്ടിന് കൃത്യമായിട്ട്. ആദ്യത്തെ ഇത് മുതൽ റോക്കീനെ പിടിച്ചിട്ട് കള്ളത്തരം തുടങ്ങിയ ഇവർ ആ അവസാനത്തെ ഒരു സോപ്പിൻ്റെ ടാസ്ക് ഇല്ലേ, അതിൽ വരെ ഇവർ കള്ളത്തരം കാണിച്ചു എന്നുള്ളതാണ്. അതിൽ വരെ നല്ല രീതിയിൽ കള്ളത്തരം കാണിച്ചു. ഈ കള്ളത്തരത്തിലൂടെ മാത്രം ജയിക്കുന്നവർക്ക് ഈ പിന്നെ എല്ലാം ഈ കാണുന്ന ഒരാളുടെ മുകളിൽ അവരെന്ത് ചെയ്തു, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സിലാക്കണം നിങ്ങൾ. ഈ സിജോനെ ജനങ്ങൾ ആജീവനാന്ത വെറുത്തിട്ടൊന്നുമില്ല. അവസാനത്തെ ആ ഒരു 2 ആഴ്ചയില്ലേ, അതായത് നന്ദന, സായി, മറ്റേ ഇവർ 3 പേരും തമ്മിലുള്ളൊരു കോംബോ, അത് മുതലാണ് ജനങ്ങൾ ഈ സിജോ എന്ന് പറയുന്നവനെ വെറുത്തു തുടങ്ങിയത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ സായി വേണമെങ്കിൽ അവിടെ എന്ത് കളി വേണമെങ്കിലും കളിക്കൂ, അതുപോലെ തന്നെ നന്ദൻ എന്ത് വേണമെങ്കിലും കളി വേണമെങ്കിലും കളിക്കൂ. പക്ഷെ സിജോന എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ സിജോ അന്ന് കാട്ടുതീയായി വന്നിട്ട് എന്നിട്ട് ഊതിക്കെടുത്തിട്ട് അങ്ങ് പോയത് അവിടുന്ന്, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഇപ്പോഴും വന്നിട്ട് കപ്പ അർഹതപ്പെട്ട അങ്ങനെയല്ല ഇങ്ങനെയല്ല വന്നിട്ട് ഇങ്ങനെ മെഴുകുന്നുണ്ട്. പിന്നെ സിജോ ആദ്യം തന്നെ ഈ PR-ൻ്റെ കാര്യം കൊണ്ടുവന്നത് സിജോ തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സിജോക്കുള്ള പോലെ PR കിടി ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് സിജോ പോയ 1-ാം ദിവസം മുതൽ നമ്മൾ കാണുന്ന ആർമികളുണ്ട്, 2-3 ആർമികൾ സിജോക്ക് ഉണ്ടായിരുന്നു. സിജോൻ്റെ പിന്നെ എംബ്ലെല്ലാം വെച്ചിട്ട് നമ്മൾ സാധാരണ ഈ ആർമികളൊക്കെ വരുന്നത് ഒരു പിന്നെ 25-40 ദിവസമെല്ലാം കഴിഞ്ഞാൽ ഈ ആർമികളൊക്കെ വരുള്ളൂ. ഈ എംബ്ലൊക്കെ വെച്ചിട്ട് ഈ പിന്നെ എന്താ പറയുക ഓരോരാളുടെ പേരൊക്കെ വെച്ചിട്ട്. മനസ്സിലായോ? സായിക്കൊക്കെ ആദ്യമേ ആർമി കിട്ടീന ആദ്യമേ ആർമി കിട്ടിയ വ്യക്തിയാണ് സായിയൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടും ഇവർക്ക് കപ്പടിക്കാൻ കഴിയാതെ ആ നിരാശയും സങ്കടവും വിഷമവും വേദനയും ഒക്കെ ഉണ്ടാവും. അതിങ്ങനെ പറഞ്ഞു തീർക്കലാന്ന്, കരയട്ടെ, കുറച്ച് പൊട്ടിക്കരയട്ടെ. ഏതോ സിനിമയിൽ പറയുന്നില്ലേ, പൊട്ടിക്കരഞ്ഞൂടെ എനിക്ക് ഇനിയെങ്കിലും എന്ന് പറഞ്ഞ പോലെ ഒന്ന് കരഞ്ഞോട്ട്. ആ കരയുമ്പോഴും നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്താ പറയുക കളിയാക്കല്ലേ പോയിട്ട്. ആ പാവം മനുഷ്യൻ്റെ അതിൻ്റെ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്കി, എത്രമാത്രം അത് അനുഭവിക്കുന്നുണ്ട് എന്നറിയാം. കാരണം എന്താ വെച്ചാൽ പഴയതുപോലെ ആ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു എനർജി കിട്ടുന്നില്ല. എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാറിൽ കയറിയിട്ട് സായി എന്തു പറഞ്ഞു കഴിഞ്ഞാലും കോമഡിയാന്ന്. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മൾ മനസ്സിന് വിഷമം വരുമ്പോൾ ഞാനെന്താ ചെയ്യാന്നറിയാം, ഈ കല്യാണരാമനൊക്കെ കാണുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കല്യാണരാമൻ, പറക്കും തെളിക ഇങ്ങനെയുള്ള സിനിമകളാണ് കാണുക. പക്ഷെ ഇപ്പം ഞാനെന്താ കാണല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ബിഗ് ബോസിൻ്റെ എപ്പിസോഡാണ് കാണല്. അതായത് അത് കണ്ടാലും മതി. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടില്ല ഒരു ഗൂഢാലോചന ഉണ്ട്. ഈ ഗൂഢാലോചന കണ്ടപ്പോൾ, ഈ സായിൻ്റെ ഗൂഢാലോചനയൊക്കെ കണ്ടപ്പോൾ സിജോ എന്താ വിചാരിച്ചറിയാം, ഇയാളെ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും നടക്കും, ഇയാൾ എനിക്ക് കപ്പ് മേടിച്ച് തരും. അങ്ങനെയാണ് ഈ സിജോ ഇവരെ കൂടെ ചേർത്ത് കരഞ്ഞോ, നല്ലോണം കരഞ്ഞോ, മനസ്സിലായ? കരഞ്ഞോ, നല്ലോണം കരഞ്ഞോ, കണ്ണിന്ന് വെള്ളം കേട്ടോ, അതുവരെ കരഞ്ഞോ പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതിലും വലുതാന്ന് ഇനി അങ്ങോട്ട് വരാനുള്ളത്. നന്ദി, നമസ്കാരം.